അന്നും പതിവ് പോലെ ജോലിക്ക് പുറപ്പെട്ടതാണ് രാഹുൽ. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ചെല്ലണമെങ്കിൽ താൻ താമസിക്കുന്ന ഇടത്ത് നിന്ന് 34 കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിക്കണം. വളരെ സ്പീഡിലാണ് രാഹുൽ സഞ്ചരിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ രാഹുലിൻ്റെ അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ മരുന്ന് തീർന്നു, ഗുളിക തീർന്നു, അതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ നീ എനിക്ക് മരുന്ന് കൂടി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് അമ്മ പറഞ്ഞു. രാഹുൽ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വൈകിട്ട് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാഹുൽ തൻ്റെ ജോലി സ്ഥലത്തേക്ക് തൻ്റെ ബൈക്കുമായി യാത്ര തുടർന്നു. വളരെ സ്പീഡിൽ ഉള്ള യാത്രയാണ്. കാരണം ഇത്രയും ദൂരം വേണ്ട 36-37 കിലോമീറ്റർ ചെല്ലണമെങ്കിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചെങ്കിലേ ഇരിക്കുള്ളൂ. അതുതന്നെയല്ല, 9:30 ആകുമ്പോൾ തൻ്റെ ജോലി സ്ഥലത്ത് ചെല്ലണം. അപ്പം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ദിവസവും രാഹുൽ ജോലിക്ക് ചെന്നുകൊണ്ടിരുന്നത്. അന്ന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ 5 മിനിറ്റ് താമസിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വളരെ സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. പല വഴികളും വളവുകളും ഒക്കെയും പിരിഞ്ഞുമൊക്കെ രാഹുൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. രാഹുലിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന് സൗദി അറേബ്യയിലാണ് ജോലി. ജ്യേഷ്ഠൻ്റെ ഭാര്യയും മക്കളും അവിടെയാണ്. അപ്പോൾ വീട്ടിലെ രാഹുലിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചു. അതിനുശേഷം രാഹുൽ അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായത്. രാഹുൽ വിവാഹപ്രായമെങ്കിലും തക്കതാവുന്ന ഒരു വിവാഹം വരാഞ്ഞതുകൊണ്ട് അതിന് മുതിർന്നില്ല. നല്ല ഒരു ജോലിയുള്ള പെൺകുട്ടിയെ തനിക്ക് വേണമെന്നുള്ളതായ ആഗ്രഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് താമസം വന്നത്. തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ തൻ്റെ ബൈക്കിന് സ്പീഡുണ്ടായിരുന്നു. എന്നാൽ ഒരു വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തനിക്കെതിരെ വന്നതാകുന്ന ഒരു സ്കൂൾ ബസ് അവിടെ കഴിഞ്ഞ ഇടയിൽ അവിടെ ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് മണ്ണൊക്കെ എടുത്ത് അവിടെ ഈ റോഡിലേക്ക് മണ്ണ് ഇങ്ങനെ മഴ പെയ്തപ്പോൾ വെള്ളത്തിലുള്ള മണ്ണ് ഒലിച്ച് കിടക്കുകയായിരുന്നു. സ്പീഡിൽ വന്നതാകുന്ന ഈ രാഹുലിൻ്റെ വണ്ടി ഈ മണ്ണിൽ കയറി അത് പാളി പെട്ടെന്ന് രാഹുൽ അവിടെ വീഴുകയും ഈ വരുന്ന വണ്ടി അടിയിലേക്ക് ബൈക്കുമായിട്ട് ഇടിച്ചു കയറുകയും ചെയ്തു. ഈ വണ്ടി രാഹുലിൻ്റെ ശരീരത്തോടെ കയറി ഇപ്പുറത്തിറങ്ങി. നാട്ടുകാരൊക്കെ ഓടിക്കൂടി. പക്ഷേ രാഹുലിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. അമ്മയ്ക്ക് മരുന്നുമായി വരാമെന്ന് പറഞ്ഞ തിരിച്ചു വരുമ്പോൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയ രാഹുലിൻ്റെ ആ ചേതനയറ്റ ശരീരം മോർച്ചറിയിൽ വന്ന് കണ്ട അമ്മ വാവിട്ട് നിലവിളിച്ചു, പൊട്ടിക്കരഞ്ഞു. മോനെ എന്നുള്ളതായ ആ വിളി കേട്ടപ്പോൾ അവിടെ നിന്നവിടെയൊക്കെയും കണ്ണു നിറഞ്ഞു. അമ്മയുടെ സങ്കടം എന്ന് തീരും. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് സ്പീഡ് വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ബൈക്ക് ഓടിക്കുന്നത്. പലരും ആ ബൈക്ക് ഓടിക്കുന്നത് വളരെ അശ്രദ്ധയോടെയാണ്. എത്രയും പെട്ടെന്ന് ചെല്ലുവാൻ വേണ്ടി എടുക്കാവുന്നത്രയും സ്പീഡ് എടുത്തുകൊണ്ടാണ് യാത്ര ചെയ്തത്. അത് നമ്മളെ വളരെ പല അപകടങ്ങളും ചെന്ന് നമ്മളെ കൊണ്ട് ചാടിക്കും. രാഹുലിന് സംഭവിച്ചത് അത് തന്നെയാണ്, സ്പീഡാണ്.